നമസ്കാരം. ഞാൻ ഇന്നേ പറയാൻ പോകുന്നത് ഇപ്പം 10ലെയും +2ൻ്റെ ഒക്കെ റിസൾട്ട് വന്ന് എല്ലാവരും അഡ്മിഷൻ്റെ സമയമായല്ലോ അല്ലേ. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു മോളെ കണ്ടു. അപ്പം അവളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് മാർക്ക് കുറവാണ്, +2 തന്നെ മാർക്ക് കുറവാണ്. അപ്പം അഡ്മിഷന് വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ പൈസയൊക്കെ കൊടുക്കണം, എന്നാലേ നല്ല കോളേജിലൊക്കെ കിട്ടുള്ളൂ, എന്നാ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞു, ഓ എനിക്ക് മടുപ്പ് തോന്നുന്നു ചേച്ചി, എനിക്ക് പഠിക്കണം എന്നൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്നെക്കാളും പഠിക്കില്ലാത്തവർക്കൊക്കെ ഭയങ്കര മാർക്കാന്നൊക്കെയാണ് പുള്ളിക്കാരി അവകാശപ്പെടുന്നത്. അപ്പം അതിൻ്റെ അമ്മയും കൂടെയുണ്ട്. അപ്പം എന്നാ കുറേ നേരം ഇങ്ങനെ ഞങ്ങൾ ചുമ്മാ തമാശക്ക് പറഞ്ഞ് സാരമില്ല, അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് മേടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ആ കൊച്ചു പറഞ്ഞു, എനിക്ക് അപ്പടി മടുപ്പ് പോകുന്നത്. ഞാൻ അപ്പം പറഞ്ഞു ഇവിടെ അമ്മ പറഞ്ഞു ഇവിടെ അച്ഛനെ പേടിച്ചിട്ടാണ് ഇപ്പോൾ ഇവള് പഠിക്കാൻ പോണേ, മാർക്ക് കുറഞ്ഞതിന് ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പം ആ കൊച്ചു പറയുകയാണ്, എനിക്കിനി ഡിഗ്രിക്കാണേലും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്, പഠിക്കുമോ എന്നൊരു പേടിയാണ് എനിക്ക്. ഒന്നാമത് അത് സ്റ്റേറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം ആ കൊച്ചിനൊരു പേടി, ഇംഗ്ലീഷല്ലേ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ ഇംഗ്ലീഷല്ലേ പറയണേ, അതപ്പോൾ എന്നാ ചെയ്യും എന്നൊക്കെ. ഞാൻ അപ്പം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓർക്കുമതേ നമുക്ക് അപ്പോൾ അതിൻ്റെ അമ്മ ചാടി എന്നോട് പറഞ്ഞു, മുന്തിരിങ്ങ പുളിക്കൂന്നാണ് പറയണത്, നമുക്കൊന്നും ഇതൊന്നും പറ്റില്ല, നല്ല കോളേജിലൊന്നും വിട്ടുപഠിക്കാനുള്ള ഇതൊന്നും സാമ്പത്തികമൊന്നും നമുക്കില്ല. അപ്പം നമുക്ക് വല്ല സാധാ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ നേഴ്സിങ്ങിന് വല്ലതും നോക്കിയാലോ എന്നുണ്ട്, അത് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കണം, അതിനാണേലും ഒത്തിരി രൂപയാകും എന്നൊക്കെ പറഞ്ഞു. നമ്മളെപ്പോലുള്ളവർ സാധാരണക്കാർക്കൊന്നും പറ്റില്ല ചേച്ചി, അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, മുന്തിരിങ്ങയ്ക്ക് മധുരമുണ്ട്, പുളിക്കുക തന്നെയല്ല. മുന്തിരിങ്ങ പുളിക്കുക എന്നുള്ളൊരു കഥ നിങ്ങൾക്കറിയാവോ? ഒരു കുറുക്കന് ഭയങ്കര വിഷം, അതിൻ്റെ കഥ ഞാൻ അറിയാൻ മേലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പറയണതാണ്. ഒരു കുറുക്കൻ ഇങ്ങനെ വിശന്ന് നടന്നു പോകുമായിരുന്നു. അപ്പം കുറേ ദൂരം ചെന്നപ്പം ഒരു പന്തലയിൽ ഇങ്ങനെ മുന്തിരിങ്ങ കാച്ചി കിടക്കുക. അപ്പോൾ കുറുക്കൻ 2-3 പ്രാവശ്യം ചാടി നോക്കിയിട്ടും കുറുക്കന് കിട്ടിയില്ല. അപ്പോൾ കുറുക്കൻ തന്നെ മനസ്സിൽ പറയുകയാണ്, ഓ ഇത് മുന്തിരിങ്ങയ്ക്ക് ഭയങ്കര പുളിയാണ്, എനിക്കത് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല മുന്തിരിങ്ങാന്ന്. നമുക്ക് കിട്ടാതെ വരുന്ന സാധനങ്ങളെയാണ് നമുക്ക് അതിന് കുറ്റം പറയണത്, ശരിക്കും പറയണ കുറ്റം അല്ലേ. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചത് നടന്നില്ലേ നമ്മൾ ഉടനെ കുറ്റം പറയാം, അല്ലെങ്കിൽ വേറൊരാൾക്ക് കിട്ടിക്കഴിയുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച സാധനം വേറൊരാൾക്ക് കിട്ടുവാണെങ്കിൽ പറയും, ഓ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോവാത്ത, അവന് കിട്ടിയെന്ന് ഓർത്താൽ അതിൽ വലിയ മെച്ചമൊന്നുമില്ല എന്ന് പറയും. അങ്ങനെയല്ലേ സാധാരണ ആൾക്കാർ പറയണേ. അപ്പം അതുപോലെയാണ് ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും നല്ല മധുരമുള്ള സാധനം മുന്തിരിങ്ങ, നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അവർക്ക് ഭാഗ്യമുണ്ട്, ഇവർക്ക് ഭാഗ്യമുണ്ട് എന്ന് കുറേ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാർ പറയാണ് അവർക്ക് ഒത്തിരി ഭാഗ്യമുള്ളവരായിരുന്നു, അവർ എന്നാ പറയണേ നമുക്കൊന്നും ഭാഗ്യമില്ലാത്തവരാന്ന് പറഞ്ഞു. ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു കഥയോർത്തു. ഒരു കഥ, അതായത് ഞാൻ എന്നിട്ട് ആ കഥ അവരോട് പറയുകയും ചെയ്തേ. ഞാൻ കേട്ട ഒരു കഥയാട്ടോ. ഒരു വലിയ കമ്പനിയൊക്കെ നടത്തുന്ന ഒരു മുതലാളി അവരുടെ സ്റ്റാഫുകളുടെ ഒരു മീറ്റിംഗ് നടത്തിയായിരുന്നേ. അപ്പം മീറ്റിംഗ് നടത്തി കഴിഞ്ഞപ്പം എല്ലാവരും ഇങ്ങനെ ഇപ്പം എല്ലാവരോടും ചോദിച്ചു അവനവൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഓരോരുത്തരും അവനവൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരാൾ ചോദിച്ചു, മുതലാളി എങ്ങനെ ഇത്ര കാശുകാരനായി എന്ന് ചോദിച്ചു. അപ്പം മുതലാളി പറഞ്ഞു, അത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് കൂടുതൽ ആകാംക്ഷ, ഇതെങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പം മുതലാളി പറഞ്ഞു, ഞാൻ എന്നും ചാടിക്കൊണ്ടിരിക്കും. ചാടിക്കൊണ്ടിരിക്കുമോ എന്ന് ചോദിച്ചു ഇയാൾ. മുതലാളി ചാടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ ഭാഗ്യദേവത എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചാടിപ്പിടിച്ചു, അപ്പോൾ ദിവസവും ചാടിക്കൊണ്ടിരിക്കുക അതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കഥ ഈ കൊച്ചിനെ പറഞ്ഞു കഴിയുമ്പോൾ നല്ല കഥ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോയി. അപ്പം ഞാനിത് പറയാൻ ഉണ്ടായ കാരണം എന്നാണെന്നറിയാമോ? നമുക്ക് മാർക്ക് കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അതൊന്നുമല്ല, എന്തോരം പിള്ളേർ നന്നായി പഠിക്കുന്ന പഠിച്ച പിള്ളേർ എൻ്റെയൊക്കെ കാലത്ത് 10ലൊക്കെ നല്ല ഹൈ മാർക്ക് മേടിച്ച പിള്ളേർ ഇപ്പോൾ ഓരോ ബിസിനസ്സായിട്ടും അല്ലെങ്കിൽ ഒരു ചെറിയ കടയൊക്കെ നടത്തിയിരിക്കുന്നവരും ഒക്കെയുണ്ട്. കുഞ്ഞു ക്ലാസ്സിൽ ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർ എന്തോരം പേര് ഒരു നിലയിലും എത്താതെ പോയിട്ടുണ്ട്. ചില മണ്ടന്മാരായവരൊക്കെ വലിയ ഹൈ ലെവലിൽ എത്തിയ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ഇല്ലേ. അപ്പം നമുക്ക് എന്താണെങ്കിലും, വിദ്യാഭ്യാസമാണേലും ജോലിയാണേലും എന്താണേലും നമുക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഇരിക്കാൻ, അതൊരു സേഫ് സോണാണ്. നമ്മൾ അവിടെ തന്നെ അങ്ങ് ഇരുന്നേക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനൊന്നും ശ്രമിക്കില്ല, നമ്മൾ ആ ഇരിക്കണയുടെ സുഖമായിട്ട് നമ്മളിരിക്കും. നമ്മളെന്നാൽ ആ സുഖം അങ്ങ് വിട്ടിട്ടൊന്ന് എടുത്തിടാൻ നോക്കിക്കേ, നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ നമ്മളത് ചെയ്യില്ല. നമുക്ക് സുഖിച്ചിരിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. നമ്മൾ പരമാവധി ഹാർഡ് വർക്ക് ചെയ്യുക, അപ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവണം അല്ലേ. ഇത് അല്ലാണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇരുന്നു അവിടെ തന്നെ ഇരുന്നു അങ്ങനെ ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരിടത്തും എത്തില്ല നമ്മൾ.
ഇതാണ് പിള്ളേർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പാഠം. നമ്മൾ മാർക്ക് കുറഞ്ഞു എന്നോർത്തുകൊണ്ട് നമ്മൾ മണ്ടനായിട്ട് കാണണ്ട. അവരെ നമ്മൾ പരമാവധി എന്നാ പറയുന്നത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു നിലയിൽ എത്താൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അവരെവിടെയെങ്കിലും എത്തും. പിന്നീട് ഒരു സമയം കഴിയുമ്പോൾ അവർക്ക് പഠിക്കാൻ തോന്നി അവർ രക്ഷപ്പെട്ടു പോകും. ഈ മാർക്ക് 10 അതേപോലെ എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് തോന്നിയതാണ്, ഈ ഫ്ലെക്സ് ഒക്കെ അടിച്ചു വയ്ക്കും, ഹൈ മാർക്ക് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് പിള്ളേരുടെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ അതൊരു മോശമായ പ്രവണതയാണ്. മറ്റുള്ള ഈ മാർക്ക് മേടിക്കാത്ത പിള്ളേരുടെ മനസ്സിലൊരു കുത്തു കൊടുക്കുന്ന രീതി അത്. അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം ആ പിള്ളേരുടെ മനസ്സിലൊരു നെഗറ്റീവ് എന്നാന്ന് പറയുന്നത്, ഞാൻ മോശക്കാരനാണ്, എനിക്കൊന്നും പറ്റില്ല എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവും. എൻ്റെ മനസ്സിൽ തോന്നിയതാട്ടോ, ആരും എന്നോട് പറഞ്ഞൊന്നുമല്ല, എൻ്റെ മനസ്സിലങ്ങനെ തോന്നിയതാണ്. അതുകൊണ്ടാണ് ഈ പിള്ളേർ എന്നാന്ന് പറയുക, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ഈ പിള്ളേർ പറയാനിട വരുത്തുന്നതെന്ന് എനിക്ക് തോന്നിയതാണ്. അതേപോലെ നമ്മളെപ്പോഴും മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്യുക, മക്കളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും തികഞ്ഞിട്ടൊന്നുമല്ല ആരും ഭൂമിയിലേക്ക് വന്ന് ജനിച്ചേക്കണത്. എല്ലാവരും ഓരോ പ്രാരാബ്ധത്തിലൂടെ കൂടിയാണ് എല്ലാവരും ഓരോ നല്ല നിലയിലെത്തിയത്. അത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അതേപോലെ മക്കളെ വഴക്ക് പറയാണ്ട് അവരെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുക. ഒരു +1 തോറ്റതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു +2 എന്താ പറയണേ +2 മാർക്ക് കുറഞ്ഞുകൊണ്ടോ 10 തോറ്റതുകൊണ്ടോ ഒന്നും അല്ല ജീവിതം. അതൊന്നുമല്ല ജീവിതം. അതാ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വർഷം കടന്നു പോകുന്ന മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ മക്കളല്ലേ വരുന്നത്. എന്തോരം പിള്ളേരല്ലേ ഒരു മെയ് മാസം റിസൾട്ട് വരുമ്പോൾ എത്ര പിള്ളേർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത് കാലത്തില്ലേ. ഒന്ന് ചിന്തിച്ചു, ഈ പ്രാവശ്യം ഉണ്ടായി അങ്ങനെ തന്നെ. അപ്പം നമ്മുടെ മക്കൾക്ക് പൂർണ്ണ സംഭവം അതൊന്നും അല്ല. നീ പഠിച്ചാൽ മതി, നിനക്ക് കിട്ടുന്ന മാർക്ക് മതി എന്ന് പറഞ്ഞാൽ അവർ ഒരുമാതിരി പഠിച്ചെടുത്തോളും. അവർക്ക് പറ്റുന്ന നേരത്തോളം. എല്ലാ പിള്ളേർക്കും ഒന്നും ബുദ്ധിമാന്മാരായിരിക്കില്ല. പല പിള്ളേരുടെയും ബുദ്ധി പല സൈസായിരിക്കും അല്ലേ. അവരുടെ ആ ജീൻ്റെ ഇതനുസരിച്ച് പല ബുദ്ധിയായിരിക്കും എല്ലാ മക്കൾക്കും. അപ്പം നമ്മൾ പരമാവധി അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തുക. അവരോട് പഠിക്കാൻ എന്തെങ്കിലും എന്താ പറയണേ പ്രോത്സാഹനം നൽകുക. അല്ലാണ്ട് അവരെ നിരാശയിലേക്ക്, ഈ അഡ്മിഷൻ്റെ ഈ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഹൈ മാർക്കുള്ളവർക്ക് മാത്രമുള്ള ആ ഒരു ചിന്താഗതിയാണ് ഈ പിള്ളേരെ പലരെ നിരാശയിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. എന്തെങ്കിലും പുതിയ കോഴ്സുകളുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും എഞ്ചിനീയറും ഡോക്ടറും അതേപോലെ ഗവൺമെൻറ് ജോലിക്കാരും ആകണമെന്നില്ല. ഈ നാട്ടിൽ എന്തോരം ബിസിനസ്സുകാരുണ്ട്. എന്ത് പണി ചെയ്താലും നമ്മുടെ നാട്ടിൽ ജീവിക്കാം എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ മക്കൾക്ക് ഉണ്ടായിരിക്കണം. എന്നെങ്കിലും ചെയ്താണെങ്കിലും നമുക്ക് ജീവിക്കാം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകണം. വിദ്യാഭ്യാസം വേണം. അത് നീ ഹൈ മാർക്ക് മേടിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അല്ലേ. വിദ്യാഭ്യാസം വേണം. അതിനുള്ള വിദ്യാഭ്യാസം, അതായത് നമുക്ക് അത്യാവശ്യം ഒന്ന് ഓർത്ത് നോക്കി. നമ്മളെ ചില മക്കൾ പറയും, നമ്മുടെ കാരണവന്മാർ എന്നെ ഒന്നും ചെയ്യാത്ത പ്രായമായി കഴിഞ്ഞാട്ടോ പറയണേ, എൻ്റെ കാരണവന്മാർ എന്നെ പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ കാരണവന്മാർ എന്നെ നോക്കാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. ഒരാളെ ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും കാരണവന്മാർ പഠിപ്പിച്ചോ? അപ്പോൾ അത്രയും ചെയ്തില്ലേ? അപ്പോൾ കാരണവന്മാർ ചെയ്യാണ്ടൊന്നും വരുന്നില്ലല്ലോ. പിന്നെയുള്ളത് അവൻ്റെ കയ്യിലിരിപ്പും കൊണ്ടാണ് അവൻ്റെ മാർക്ക് കുറയാണ്ട് പോണത്. അപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയേ ചെയ്യാവുള്ളൂ. നമ്മൾ കുറ്റപ്പെടുത്തരുത്, ആരെയും കുറ്റപ്പെടുത്തരുത്. നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. മക്കൾ കുറ്റം പറയും. എങ്ങനെയാണേലും ഒരു 14 വയസ്സ് തൊട്ട് ഒരു 25 വയസ്സ് വരെയുള്ള പിള്ളേരെ ഭയങ്കര ആ ടീനേജ് പ്രായം എന്ന് പറയണേ, അവർക്ക് ഭയങ്കര മടി, അലസത എല്ലാം ഉണ്ട്. തർക്കുത്തരം പറച്ചിൽ, പറഞ്ഞ കേൾക്കായികയുണ്ട്, അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് 2 പറച്ചിൽ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അവരെ ചേർത്ത്, അവർ ഒരു പ്രായം കഴിഞ്ഞിട്ട് അവർ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ അവരെ ഉപേക്ഷിച്ചേക്കണം കേട്ടോ. അതായത് ഒരു 25 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മളോട് തർക്കുത്തരം പറയണമെങ്കിൽ അവനവൻ്റെ നിൻ്റെ വഴിക്ക് പൊക്കോളാൻ പറഞ്ഞേക്കുക. അല്ലാതെ ഇപ്പം മാർഗമുള്ളൂ. അല്ലാണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ളത് പറഞ്ഞു കൊടുക്കുക, നേർവഴി കാണിച്ചു കൊടുക്കുക. നമ്മളല്ലാണ്ട് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു കഴിവില്ലാത്തതിൻ്റെ പേരിൽ അവനെ തരംതിരിക്കാതെ ഇരിക്കുക, അവനെ ചേർത്ത് പിടിക്കുക. ആ സമയത്തൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുക. അപ്പം എന്നാ പറയണേ, അവനൊരു പോസിറ്റീവ് എനർജി അവൻ്റെ ഉള്ളിലുണ്ടാകും. അങ്ങനെയൊക്കെ ചെയ്ത്, അല്ലാണ്ട് എന്നാ പറയുക, മുന്തിരിങ്ങ പുളിയുള്ള മുന്തിരിങ്ങ ഒന്നുമല്ല, ആ പുളിയില്ലാത്ത മുന്തിരിങ്ങ തന്നെ മേടിക്കാൻ നമ്മൾ ശ്രമിക്കണം. നല്ല മധുരമുള്ള മുന്തിരിങ്ങ നമുക്ക് കിട്ടും. നമ്മൾ ശ്രമിക്കാതെ ഇരുന്നിട്ടൊന്നും ഒരു പ്രയോജനമില്ല. ചാടി പിടിച്ച് നമ്മളത് മേടിച്ചെടുക്കാൻ ശ്രമിക്കണം. അതിന് പരമാവധി പറ്റുന്ന പോലെ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അല്ലാണ്ട് പറ്റില്ലാത്തത് മേടിക്കാനൊന്നും ശ്രമിക്കേണ്ട. നമ്മൾ പറ്റുന്ന രീതിയിൽ അതിനെല്ലാം മേടിച്ചെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ വിജയിക്കും. അല്ലാണ്ട് തോറ്റ് പിന്മാറരുത്. മറ്റുള്ളവർക്കേ പറ്റുള്ളൂ, അല്ലെ പൈസക്കാർക്കേ പറ്റുള്ളൂ, ഇതൊന്നുമില്ല. ആർക്കും പറ്റും, എന്തും നേടിയെടുക്കാൻ പറ്റും. അത് ഉറപ്പായ കാര്യമാണ്. ഈ ലോകത്തിൽ എന്നാ പറയണേ, അധ്വാനിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തവരെല്ലാം നല്ല നിലയിലെത്തിയിട്ടുണ്ട്. അല്ലാണ്ട് എനിക്ക് പറ്റില്ല, എനിക്ക് സാധിക്കില്ല എന്നും പറഞ്ഞിരിക്കരുത്. ഇതെൻ്റെ കുഞ്ഞുമക്കളോടുള്ള ഒരു ഉപദേശം കേട്ടോ. അല്ലാണ്ട് വലിയവർക്കും ഇതെടുക്കാം.
എന്നാലും നമ്മൾ എല്ലാം ചാടിപ്പിടിക്കാൻ ഭാഗ്യദേവത നമ്മൾ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ അതിനെല്ലാം ചാടിപ്പിടിച്ചോളുക, പല പ്രാവശ്യം ചാടുക, നമ്മുടെ മുമ്പിൽ കിട്ടും, ഉറപ്പായ കാര്യം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കേ.